നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. എന്നെ നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സുവിശേഷം കേട്ടപ്പോൾ ഞാൻ അതുവരെ ആയിരുന്ന ഒരനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് വന്നു. അതായത് അതുവരെ എന്നെ നിയന്ത്രിച്ചിരുന്ന കാര്യമല്ല പിന്നെ എന്നെ നിയന്ത്രിക്കുന്നത്, വേറൊരു അനുഭവത്തിലേക്ക്, അതായത് പുതിയൊരു തൊഴുത്തിലേക്ക് വന്നതുപോലെ, വേറൊരു ഗോളത്തിൽ വന്നതുപോലെ, വേറൊരു രാജ്യത്തിലായതുപോലെ. അതുവരെ എന്നെ കൺട്രോൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കാനായി തുടങ്ങി. സുവിശേഷം കേട്ടതിലൂടെ എനിക്കൊരു വാതിൽ തുറന്നു കിട്ടുകയാണ് ചെയ്തത്. ഞാൻ വേറൊരു തൊഴുത്തിലേക്ക് കടന്നു. അവിടെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അവിടെ എനിക്കൊരു ഇടയനുണ്ട്. ആ ഇടയൻ്റെ ശബ്ദത്തിനനുസരിച്ചാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. ആ ഇടയനാണ് പിന്നീട് എന്നെ നടത്തുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഇത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഇത് നിങ്ങളോട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ ലൈഫിലുണ്ടായ മാറ്റം, അതിനുശേഷം കർത്താവ് നിങ്ങളെ സന്ദർശിക്കുന്നത്, അവൻ നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്, അവൻ്റെ ശബ്ദത്തിൻ്റെ വ്യക്തത, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുവാനിടയാകും. നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നേ. അതിന്റെ 10-ാം അധ്യായം എന്നെടുത്ത് 2-ാമത്തെ വാക്യം വായിച്ചേ. വാതിലിലൂടെ കടക്കുന്നവൻ ആടുകളുടെ ഇടയനാകുന്നു. അടുത്ത വാക്ക്, അവനെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. അടുത്ത വാക്ക്, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞ ഞാൻ യേശുവിലേക്ക് വന്നപ്പോ, ഞാൻ ഇന്നത്തെ മെസ്സേജിന് പേരിട്ടിരിക്കുന്ന ഗോസ്പൽ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിനകത്തേക്ക്, ആത്മലോകത്തിലേക്കുള്ള വാതിലാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വരാമോ? രണ്ടുപേരൊന്ന് വരാം. ഓടിയോ? ഒരേ പൊക്കമുള്ള വരുവാ. ഇത് പൊക്കം കൂടിയില്ല, ഒന്ന് പൊക്കം കുറവാ. ഫേസ് ടു ഫേസ് നിന്ന് രണ്ടുപേരെ കൈ ഒന്ന് പുറത്ത് പിടിച്ച്, ഇങ്ങനെ പിടിച്ച്, ഒന്ന് പൊക്കി പിടിച്ച്. ഞാൻ സുവിശേഷം കേട്ടപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആത്മഗോളത്തിലേക്ക് കടക്കുകയാ ചെയ്തേ. സുവിശേഷം എന്നെ ഒരു ആത്മഗോളത്തിലേക്ക് കൊണ്ടുപോയി. ജോനമുളങ്ങുന്നേ അവിടെ. ഞാൻ ഇവളോട് സുവിശേഷം പറഞ്ഞപ്പോ ഇവള് ആത്മാവിന്റെ ഗോളത്തിനകത്തേക്ക് വന്നു. ഇത് ആത്മാവിന്റെ ഗോളമാണ്. ഇതാണ് വേദപുസ്തകം വിളിച്ചത് എന്റെ തൊഴുത്തെന്ന് വിളിച്ചത്. ഈ തൊഴുത്തി കയറിനേക്കാൾ മുമ്പ് ഇയാളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ നോക്കരുത്, ഇങ്ങനെ നോക്കരുത്. പക്ഷെ തൊഴുത്തി കയറിയ ദിവസം മുതലേ ഇയാളെ നിയന്ത്രിച്ചത് ആടുകൾ അവന്റെ ശബ്ദം കേൾക്കും. ഇയാൾ തൊഴുത്തി കയറിനേക്കാൾ മുമ്പ് ഇവളുടെ അമ്മ ഇവളോട് പറയും, എടി കൊച്ചെ അങ്ങനെ ഇരിക്കല്ലേ, കാലിന്റെ മേലിൽ കാലി കെട്ടിച്ചു അവര് പെമ്പിള്ളേർ ഇരിക്കുന്നേ. ആരും ലിസണിങ്. പക്ഷെ തൊഴുത്തി കയറിയപ്പോ കാലിന്റെ മേൽ കാല് കയറ്റി വെച്ചപ്പോ ആരോ ഒരാൾ ഇങ്ങനെ എന്തോ ഇങ്ങനെ മന്ത്രിക്കുന്ന പോലൊരു തോന്നല്. കാല് താഴെ വെക്കേ. നിനക്കങ്ങനെ തോന്നല് വല്ലതും ഉണ്ടോ? ലവ് യു ജീസസ്. ഒന്ന് കൈ അടിച്ചു നല്ല ആമേൻ പറഞ്ഞേ. ഒന്ന് ചേർന്ന് കൈ അടിച്ചു ആമേൻ പറ. ആടുകൾക്ക് മാത്രമുള്ള പ്രത്യേകത അവന്റെ ശബ്ദം കേൾക്കും. എന്നാൽ ഇന്നലെ വരെ
ഇയാൾ ആരുടെ ശബ്ദമാണ് കേട്ടിരുന്നത്? ചെയ്യരുത്, നോക്കരുത്, പറയരുത് എന്ന ശബ്ദം കേട്ടിരുന്നത്. പക്ഷെ തനിക്ക് ഇതുവരെ ജീവിക്കാൻ പറ്റിയില്ല, തനിക്ക് ആ നീതിയിൽ ജീവിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ തൊഴുത്തിൽ വന്നതിന് ശേഷം താൻ അങ്ങനെയല്ല. തൻ്റെ അകത്ത് വേറൊരു ശബ്ദം കേൾക്കാം. ആ തൊഴുത്തിൽ ഈ തൊഴുത്തിൽ കിടക്കുന്നയാളവിടെ, തൊഴുത്തിൽ കിടക്കുന്നയാളെ ആണ് ഇടയൻ പച്ചയായ പുൽപ്പറങ്ങളിലേക്ക് പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് പോന്നേ. അപ്പുറത്തോട്ട് തോന്നേ, ശിശു ആയിരിക്കുന്നിടത്തോളം കാലം അവനത് കഴിയത്തില്ല. പക്ഷേ മച്ചുവടാകാൻ തുടങ്ങിയ അവനെ ആരും നടത്താൻ തുടങ്ങും, വേറെ ആരോ ഒരാളും നടത്താൻ തുടങ്ങും. അയാൾ പോകേണ്ടുന്ന വഴി അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും, പേര് ചൊല്ലി മുന്നോട്ട് വിളിക്കാൻ തുടങ്ങും. സംതിങ് ഡിഫറെന്റ്. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. ചർച്ചിനകത്ത് പേര് വിളിച്ച് ദൂത് പറയുന്നത് സാധാരണ കാര്യമാകാൻ പോകുന്നു. നിങ്ങളെല്ലാവരുടെയും പേര് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെന്താ നമുക്ക് അറിഞ്ഞുകൂടാത്തത്? യേശുവിന് അന്നയുടെ പേര് അറിയാമെങ്കിൽ എനിക്ക് എന്താ അന്നയുടെ പേര് അറിഞ്ഞുകൂടാത്തത്? ഞാനും അവനും രണ്ടല്ലല്ലോ, ഞാനും അവനും ഒന്നല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അപ്പോ ശ്രദ്ധിക്കുന്നു. അപ്പൊ നീതിയിൽ നീതി ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ശരീരത്തിൽ അവയവങ്ങളുണ്ട് അല്ലേ? അവയവങ്ങൾ മെച്യൂരിറ്റി ഉണ്ടാകുകയാ ചെയ്യുന്നത്, ആണോ അല്ലയോ? അവയവങ്ങളിൽ നമുക്ക് മെച്യൂരിറ്റി ഉണ്ടാകും. ചിലത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും വളരുന്ന അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന് പറ്റുന്നത്. അതേപോലെ നമ്മുടെ അകത്തെ മനുഷ്യന്റെ നമ്മളിൽ വീണ്ടും ജനിച്ച മനുഷ്യന്റെ അകത്തും ഇതുപോലെ അവയവങ്ങളുണ്ട്. അതിനും കാണാം, അതിനും കേൾക്കാം, അതിനും ഗ്രഹിക്കാം, അതിനും സ്പർശനം അനുഭവിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു തണുപ്പ് വരുന്നു. നിങ്ങൾക്ക് എവിടെയാ തണുപ്പ് വന്നതെന്ന് അറിയോ? നിങ്ങൾ പറയും കാലിന്റെ എവിടെയാ തോന്നിയേ? സത്യത്തിൽ നിങ്ങളുടെ കാലിൽ എവിടെ ഒന്നും തോന്നിയില്ല, പക്ഷെ നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ശരീരത്തിൽ അത് ഫീൽ ചെയ്യുന്നതാ. Are you following me? ചില ആളുകൾ പറയുന്നു, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഞാൻ പറയുന്നത്, ഒരാളെ കണ്ടപ്പോ ഞാൻ ഈ പ്രാവശ്യം ദുബായിൽ ഇറങ്ങി ചെന്നിട്ട് ഷാർജയിലേക്ക് ടാക്സിയിൽ യാത്ര ചെയ്യുക. ഷാർജ എന്ന് പറയുമ്പോഴേ അവര് ടാക്സിക്കാരുടെ മുഖം വാടും. കാരണം തിരിച്ചു വരെങ്കിൽ 2 മണിക്കൂറെങ്കിലും എടുക്കും. അങ്ങോട്ട് പോകുന്നത് 15 മിനിറ്റ് ചെല്ലും, പക്ഷെ ഇങ്ങോട്ട് വരാൻ നേരത്തെ 2 മണിക്കൂർ എടുക്കും. കാരണം ഷാർജ പക്ഷെ വിളിച്ച ടാക്സി വരാതിരിക്കാൻ ഒക്കത്തില്ല, വന്നേ ഒക്കത്തുള്ളൂ. ഞാൻ അവനെ പരിചയപ്പെട്ടു. അവൻ്റെ പേര് ഡാനിയൽ എന്നാണ്. പ്രാർത്ഥിച്ചോണ്ട് അവന് മുഖം വാടിയിരിക്കുന്നത് അവന് ഇറിറ്റേറ്റ് ഉള്ളത് അറിയാം, പക്ഷെ മാർഗമില്ല, അവനൊന്നും പറയാൻ ഒക്കത്തില്ല. എന്നെ നമ്മുടെ നാട്ടിലെ പോലെ വരത്തില്ലെന്ന് പറയാനും ഒക്കത്തില്ല, കയറി അവൻ കൊണ്ടാക്കിയേ ഒക്കത്തുള്ളൂ. ഞാൻ അടുക്കിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ അവരോട് സംസാരിക്കാൻ പറഞ്ഞു. സംസാരിച്ചു. ഡാനിയലിനോട് ചോദിച്ചു, ഡാനിയലെ നീ എവിടെയാ? അവൻ പറഞ്ഞു, ഞാൻ കെനിയയിൽ നിന്നാ. നീ ഏത് ചർച്ചിലാണ് പോകുന്നത്? KRCയില. ഞാൻ ചോദിച്ചു, ചർച്ചിൽ പോകാറുണ്ടോ? ഇല്ല. അതെന്താ കാരണം? ഓ ഇല്ല. അതെന്താ കാരണം? സമയം കിട്ടത്തില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠന്മാരിൽ 2 പേര് മന്ത്രവാദികളാണ്. അവൻ വണ്ടി സ്ലോ ചെയ്തു, എൻ്റെ വലത്തോട്ട് നോക്കി. അവൻ ചോദിച്ചു, അവൻ പറഞ്ഞു യെസ്. പതിവില്ലാതെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ സോലോടും പറയാൻ മറന്നുപോയി. ആഫ്രിക്കയിലുള്ളൊരു പേര് വെളിപ്പെട്ട് എനിക്കിപ്പോഴും ആ പേര് പറയാൻ അറിയത്തില്ല. ഒരു വല്ലാത്ത പേര്, നാ വെച്ച് തുടങ്ങുന്നതാ. നാങ്ങാന്നോ എന്തോ ഒരു പിടിയിൽ ഒരു വലിയ സാധനം പറയാണെങ്കിൽ ഞാൻ ആ പേരിന്റെ പകുതി ഞാൻ പറഞ്ഞു. പറഞ്ഞു എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠനാണ്, അയാൾ മന്ത്രവാദിയാണ്. അവന്റെ സ്പീഡ് ഒന്നും കൂടെ കുറഞ്ഞു. പെട്ടെന്ന് എൻ്റെ കാല് വേദനിക്കാൻ തുടങ്ങി. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ഇടത്തെ കാലിന്റെ മുട്ടിന് വേദനയുണ്ടോ? അവൻ പറഞ്ഞു ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു, നിന്റെ കാല് സൗഖ്യമോ? ഇപ്പോഴോ? ഞാൻ പറഞ്ഞു, ഇപ്പൊ സൗഖ്യമാവുക. അടുത്ത ആഴ്ച മുതൽ അവൻ ചർച്ച വരും. എൻ്റെ കാലിൽ വേദന, എൻ്റെ അകത്തെ മനുഷ്യനില് ചിലത് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മുടെ അകത്തെ മനുഷ്യനാൽ നയിക്കപ്പെടുന്ന ആത്മാനുഭവത്തെ മെച്യൂരിറ്റി എന്ന് പറയുന്നേ.
കാല് കൊയ്യാത്ത മോളെന്ന് കൈ ഉയർത്തിക്കേ. നിന്നെ അടി, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സത്യമായിട്ടാണ്. നല്ല സുന്ദരിയാ നീ കാണാൻ. ഒരു നല്ല ആമീൻ പറഞ്ഞേ. അവളെ അറിയത്തില്ല എനിക്ക് കാല് വയ്യാത്തൊരു കൊച്ച്. പക്ഷെ ഇന്ന് അങ്കിള് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ മോൾക്കൊരു അനുഭവം ഉണ്ടായി. പറയട്ടെ എന്താന്ന്? എന്നെ നോക്കടി. അങ്കിള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾക്കൊരു അനുഭവം ഉണ്ടായി. എന്താന്ന് പറയട്ടെ? ഞാൻ ആ ടാക്സിക്കാരൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ മോളുടെ തലയിൽ കൂടെ ഇങ്ങനെ കുളിര് വരുന്ന പോലെ തരിപ്പ് വന്നു. ശരിയാണോ? ആണോ ഇല്ലയോ? ആണെങ്കിൽ കൈ ഉയർത്തി കാണിച്ചേ. റൈറ്റ്. നിന്റെ കാലും വളഞ്ഞിരിക്കുന്നത് മാറ്റാൻ അത്രയും മതി കർത്താവിനെ. അവളെ രണ്ട് കാലും വളഞ്ഞായിരിക്കുന്നു, മുടന്തുള്ള കുഞ്ഞാ അവള്. ഇന്നു മുതൽ നിന്റെ കാലിന്റെ വളവിനകത്ത് ദൈവം ചിലത് ചെയ്യാൻ പോവുക. മുടന്തനെ സൗഖ്യമാക്കുന്ന കർത്താവ് നിന്നെ തൊടാൻ തുടങ്ങുക. സാധനങ്ങളെ, നമ്മുടെ പുറമേയുള്ള ഇന്ദ്രിയങ്ങളെ സെൻസിറ്റീവിലേക്ക് നമ്മൾ വളർച്ചയിൽ വന്നു. പക്ഷെ നമ്മുടെ അകത്തുള്ള ഇന്ദ്രിയങ്ങൾ എന്തിലേക്ക് വന്നിട്ടില്ല? സെൻസിറ്റീവ് അല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റാത്തത്. എൻ്റെ പുറമേയുള്ള ഇന്ദ്രിയങ്ങളാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ, അകമേയുള്ള ഇന്ദ്രിയങ്ങളല്ല. ഞാനിത് ആഴത്തിൽ പഠിപ്പിക്കത്തില്ല, തൊട്ടുപോകത്തേ ഉള്ളൂ. ഇപ്പൊ കർത്താവിലേക്ക് വരുമ്പോൾ എങ്ങനെയാ ദൈവം നമ്മുടെ അകത്തെ ഇന്ദ്രിയങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നേ? അതിനെയാ ദൈവം സ്വപ്നങ്ങളും ദർശനങ്ങളും തരുന്നത്. നമ്മുടെ അകത്തെ ഇന്ദ്രിയങ്ങൾ. ഓ ഹല്ലേലൂയ. നമ്മുടെ കണ്ണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞ് ജനിച്ചാല് ആ കുഞ്ഞ് ആദ്യം അറ്റാച്ച്ഡ് ആവുന്നത് അമ്മയോടാണ്. അതിന് അമ്മയെ കണ്ടാൽ അറിയാം. ആര് ബഹളം ഉണ്ടാക്കിയാലും ഇയാള് വന്നിട്ട് അമ്മയൊന്ന് എടുത്തു കഴിയുമ്പോൾ ഡു എന്ന് പറയണ്ട, എടുക്കുമ്പോഴേ കരച്ചിൽ നിർത്തും. നമ്മളൊക്കെ ഡ്ന്നൊക്കെ വച്ചു നോക്കാനേ ഉള്ളൂ, ആ കരച്ചിൽ നിർത്തത്തില്ല. വേണമെങ്കിൽ രണ്ട് കുലുക്കൊക്കെ കുളിക്കണവരൻ അല്ലേ? അങ്ങനെയല്ലേ? പിന്നീട് ആ വീട്ടിൽ ആ കുഞ്ഞിനെ ഏറ്റവും എടുക്കുന്ന ആള് അപ്പനായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്തയാൾ അപ്പനെന്ന് പറയാം നമുക്ക്. പിന്നെ ഏറ്റവും ആദ്യം സെൻസ് ചെയ്യുന്നത് ആരായിരിക്കും? അപ്പനെ ആയിരിക്കും. ആണെന്നോ അല്ലെന്നോ? അമ്മ എടുത്തില്ലെങ്കിൽ അപ്പ എടുത്താൽ മതി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആ കുഞ്ഞ് അപ്പൻ്റെ കയ്യിലേക്ക് അമ്മയുടെ കയ്യിലേക്ക് വന്ന അതിന് കംഫർട്ട് വരും, ഉറപ്പ് വരുവാണ്. അതാണ് കരച്ചിൽ നിർത്തുന്നേ. പക്ഷെ നിങ്ങൾ അറിയാവോ, ആ പ്രായത്തിൽ ആ കൊച്ചിനെ വേറൊരാൾ എടുത്തുകൊണ്ട് പോയാൽ അതേപോലെ ആ ആളുമായിട്ട് ആ കുഞ്ഞ് കമ്പനിയാവും. 5 വയസ്സ് വരെ ആ കുഞ്ഞിനെ അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ ആരും അറിയത്തില്ല. പക്ഷെ 4 വയസ്സ് വരെ എടുത്തുകൊണ്ട് പോയാൽ അറിയത്തില്ല. പക്ഷെ 6 വയസ്സായാൽ അതിൻ്റെ അപ്പനെ അപ്പാന്നത് വിളിച്ചു കാണും. അവനെ അപ്പനെ കണ്ടാൽ അറിയാം, അവനെ അപ്പ എന്ന് വിളിക്കാൻ അറിയാം. ആ ആളെ അത് തിരിച്ചറിയുന്ന വിധത്തിൽ എൻ്റെ കണ്ണുകൾ, അതിൻ്റെ മനസ്സ് അത് തിരിച്ചറിയാൻ തുടങ്ങി. 2 വയസ്സിൽ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയാലും വേറെ അപ്പനാണെങ്കിലും താടിയുള്ളതാണെങ്കിലും ഒന്ന് നോക്കൂ. അത് ഒരു നല്ല ആമേൻ പറഞ്ഞേ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നു? ശിശുത്വത്തിൽ നിന്നും എല്ലാം വളരണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ, സ്പിരിച്വൽ ഐസ്, നമ്മുടെ അകത്തെ ആത്മാനുഭവങ്ങൾ, അതിൽ വളർച്ചയുണ്ടാകണം. നമ്മൾ എങ്ങനെയാണോ ശാരീരികമായി വളരുന്ന സെയിം വേ നമ്മൾ വളർച്ചയുണ്ടാകണം. അതിനാണ് ദൈവം ദർശനങ്ങളും സ്വപ്നങ്ങളും തരുന്നത്. നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ സഹോദരങ്ങളെ? നമ്മൾ ഇനി പറയുന്ന നല്ല സന്തോഷത്തോടെ കേൾക്കണേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ കണ്ടു? ഞാനൊരു വലിയ മരം കണ്ടു ബ്രദറെ. മരം ആ പറയുമ്പോഴേ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. വലിയ മരമാണ് അവരുടെ, വലിയ മരം. രാത്രി കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു, ഒരു മരം ആകണ്ടേ, എന്തൊക്കെയോ കുറെ മരം കണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വല്ല വികാരവും വരുമോ? നിങ്ങളൊന്നും മിണ്ടാത്തെ? അതിന് പകരം ജോൺ ഒരു ബ്രദർ ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്ന് എഴുതി കാണിച്ചു എന്ന് വിചാരിക്കുക, വികാരമെല്ലാം തനിയെ വരും. അപ്പൊ വിളിച്ചു ചോദിക്കാൻ തോന്നുന്നു, ബ്രദറെ ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു വെളിപ്പാട് കൊണ്ട് ബ്രദർ ഇങ്ങനെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്നു. വ്യത്യാസം വരും.
പക്ഷെ മരം കണ്ടാൽ നമ്മുടെ തലയിൽ എന്ത് വരത്തില്ല? ഒരു മരവേ കണ്ടുള്ളൂ. നിങ്ങളെന്നൊന്നും വേണ്ടാതെ. പക്ഷെ ഞാൻ വളരെ വലിയൊരു കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നേ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 11-12 വാക്യങ്ങൾ? യെരമ്യാവ് ആരാന്നറിയോ? ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. യെരമ്യാവിന്റെ പ്രവചനങ്ങൾ, വിലാപങ്ങൾ ഇതൊക്കെ എഴുതിയ യെരമ്യാവാണ്. ആ യെരമ്യാവ് ആദ്യം കണ്ട ദർശനം അറിയാം നിങ്ങൾക്ക്? ഒരു ബദാമിന്റെ കൊമ്പ്. എന്നാ നമ്മൾ കണ്ടത് മരമെങ്കിലോ, പുള്ളി കണ്ട ആകടി ഇഷ്ടം പോലെ കമ്പ്. നിങ്ങൾ ആരെങ്കിലുമാണ് ആ കൊമ്പ് കണ്ടതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതിനെ സീരിയസ് ആയി കാണുമോ ഇല്ലയോ? നിങ്ങൾ എന്തൊന്നും വേണ്ടാത്തേ? ഉറങ്ങുകയാണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയാണോ? ഞാൻ ആത്മാർത്ഥം ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും ഒരു മരത്തിന്റെ കൊമ്പ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു? ഏതെങ്കിലും ആളുകൾ അതെന്താന്ന് ചോദിക്കുവോ? ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധയോടെ ഹൃദയത്തിൽ നിന്ന് ഗൗരവത്തോടെ കേൾക്കണം. ഇതിനെ ഗൗരവമാക്കി ആരെടുക്കുന്നുവോ അടുത്ത ആഴ്ച മുതൽ അവരുടെ സ്പിരിച്വൽ നിലവാരം, ഈ സമയം മുതൽ അവരുടെ സ്പിരിച്വൽ നിലവാരം മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഴ്സറിയിൽ വിട്ടപ്പോഴേ നഴ്സറി ചില പുസ്തകങ്ങളുണ്ട്. ആപ്പിളിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്, പഴത്തിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയും ആപ്പിൾ 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 ആപ്പിൾ. ആ കൊച്ചെന്താ പറയും? വല്ലതും മനസ്സിലായിട്ടാണോ ആപ്പിൾ എന്ന് തിരിച്ചു പറയുന്നത്? ആ ചിത്രം, അതിൻ്റെ കണ്ണ്, അതിൻ്റെ മനസ്സ്, അതിൻ്റെ ചെവി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ഉപയോഗിക്കപ്പെട്ടു. പഴം 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 പഴം, ഗ്ലാസ് ഗ്ലാസ്, സൂര്യൻ. കൊച്ചിത് കണ്ടോണ്ട് സൂര്യൻ, അതിന് കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ അത് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ ആയിട്ട് ഞാൻ പോകുമ്പോ മോളെ ആപ്പിൾ, ആ കൊച്ചു തരാം ആപ്പാ പോന്നൊക്കെല്ലാം പറയുന്നേ, പക്ഷെ അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതിന് ആപ്പിൾ കണ്ടാൽ മനസ്സിലാകും. കുറച്ചും കൂടെ കഴിഞ്ഞ അത് തിന്നാനുള്ളതാന്ന് മനസ്സിലാകും. ചിലപ്പോൾ ആപ്പിൾ തിന്ന് കാണും, പക്ഷെ വളരുന്നതനുസരിച്ച് അതിൻ്റെ ചിത്രം കണ്ടാൽ അതിന് മനസ്സിലാകും, അതിൻ്റെ ഉപയോഗം മനസ്സിലാകും. കുറച്ചും കൂടെ വളർന്ന അതിൻ്റെ വിറ്റാമിൻ മനസ്സിലാകും. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിന്ന് ഒരിക്കലും പോകല്ലേ. നിങ്ങൾ വളരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, നിങ്ങൾ വളർത്തുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ മാറരുത്. ദൈവം നിങ്ങൾക്കൊരു ദർശനം തരുമ്പോൾ ചിലപ്പോൾ ഒരു കമ്പായിരിക്കും കാണുന്നേ, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, അടുത്തിരിക്കുന്ന ആളെ ദേഹത്ത് തട്ടിയിട്ട് പറ, ദൈവം ആഗ്രഹിക്കുന്നത്, He want to start a new communication, a conversation from there. ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ പലതും പഠിപ്പിക്കും, പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ആ കുഞ്ഞിനെ നല്ലത് പറഞ്ഞു കൊടുക്കും. ഓരോ വസ്തുക്കളെക്കുറിച്ച് പലതും പഠിച്ചാണ് ആ കുഞ്ഞ് വളരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതം. കർത്താവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് പഠിക്കാതെ നമുക്ക് അടുത്ത പടിയിലേക്ക് വരാനായി കഴിയത്തില്ല. ഓരോ ക്ലാസ്സുകളും, ഓരോ അനുഭവങ്ങളും, ഓരോ ട്രെയിനിങ്ങുകളും എന്നെ അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിലും വളരുന്നത്. ആ വളർച്ചയിൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ശബ്ദം വ്യക്തമായിക്കൊണ്ടേയിരിക്കും. ചെറുപ്പത്തിൽ മനസ്സിലായതല്ല വലുതാവുമ്പോൾ മനസ്സിലാകുന്നത്. അതേപോലെ കർത്താവ് എന്നോട് ഓരോ ദിവസവും സംസാരിക്കുന്നത്, എൻ്റെ ജീവിതത്തെ മാറ്റുന്നത്, ഇതിലെല്ലാം എനിക്ക് വ്യക്തതയുണ്ടാകാനായി തുടങ്ങും. നിങ്ങളുടെ ലൈഫിനെ കർത്താവ് മാറ്റട്ടെ. പക്വതയുള്ള ആത്മീയ അനുഭവത്തിൽ വളരുവാൻ, മുൻപോട്ട് പോകുവാൻ, അനേകർക്ക് അനുഗ്രഹമാകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത 2 അത്ഭുത സാക്ഷ്യം പറയുവാനായിട്ടാണ് നമ്മുടെ മധ്യ ആയിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ പേര് ഷീല രാജ്, എളഞ്ചിറ എന്ന സ്ഥലത്തിൽ നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു വന്ന ദിവസം മുതൽ ഒരു ദിവസം പിന്നെ മുടങ്ങിയിട്ടുള്ളൂ. പിറ്റേ ഒരാഴ്ച മുടങ്ങി, 2 ആഴ്ച മുടങ്ങി, പിന്നെ ഒരാഴ്ച മുടങ്ങി, പിന്നെ എല്ലാ ആഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു നല്ല ലീഡർ ആവുള്ള വഴിയെല്ലാം ഉണ്ട്. ഒരു നല്ല ആമേൻ പറഞ്ഞു. വരാത്ത ആഴ്ച ഞാൻ പിന്നെ ചോദിച്ചു,
എന്താ കഴിഞ്ഞ ആഴ്ച വരാൻ ഞാൻ പിന്നെ മുടങ്ങിയിട്ടില്ലെന്ന് എൻ്റെ തോന്നില്ല അല്ലേ? പറഞ്ഞു. ഫസ്റ്റ് ഇവിടെ വന്ന ദിവസം എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം ഭവനവും ചിരി വരെ നഷ്ടപ്പെട്ടെന്നാണ് സിസ്റ്റർ പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. അന്നേരം ബ്രദർ സിസ്റ്ററിന് ദൂത് പറഞ്ഞു. പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. എന്നാൽ സിസ്റ്റർ വിചാരിച്ചത് സൈക്കോളജിക്കൽ ആയിരിക്കും എന്നാണ്. എന്നാൽ ബ്രദർ ലാസ്റ്റ് പറഞ്ഞു, ആര് രക്ഷിക്കാനില്ലെങ്കിലും രക്ഷിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. അതോടുകൂടെ മരണഭയം മാറിപ്പോയെന്നാണ് സിസ്റ്റർ പറയുന്നത്. മരണഭയം ഉണ്ടായിരുന്നു, മരിക്കണമെന്ന് ചിന്തിച്ചാണ് എപ്പോഴും ഇരിക്കുന്നത്. ആ മരണചിന്ത പോയോ? ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കടി. ലവ് യു ജീസസ്. എന്നൊരു വലിയ കാര്യം അല്ലേ? നമ്മുടെ ഉള്ളിൽ മരിച്ചാൽ മതിയെന്ന് ചിന്ത വന്നു തുടങ്ങിയാലുള്ള വിഷമം എന്നാണെന്നറിയോ? ശരിയാന്ന് തോന്നുന്നു. വണ്ടർഫുൾ. രണ്ടാമത്തെ സാക്ഷ്യം ഒരു നല്ല ശുശ്രൂഷയാകും. എഴുതി വെച്ചോണേ. പ്രസംഗിക്കുകയും ശുശ്രൂഷയൊക്കെ ചെയ്യുന്നൊരു കാലം വരുന്നു. പറ. രണ്ടാമത്തെ സാക്ഷ്യം ഒരു കേസിൽ നിന്നും സിസ്റ്ററിനെ വിടുവിച്ച സാക്ഷ്യമാണ്. സിസ്റ്ററും വേറെ 4 പേരും ചേർന്നിട്ട് ഒരു ലോണിന് അപ്ലൈ ചെയ്തു. അതിന് ചെക്കും മറ്റു ഡോക്യുമെൻറ്റ്സ് നൽകിയിരുന്നു. എന്നാൽ ലോൺ ലഭിച്ചില്ല. ബാക്കി 4 പേരും ആ ചെക്കും ഡോക്യുമെൻറ്റ്സ് എല്ലാം തിരിച്ചു വാങ്ങിച്ചു. എന്നാൽ സിസ്റ്റർ അറിഞ്ഞില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വക്കീൽ നോട്ടീസ് വന്നു, ഒരാൾക്ക് 3 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നാണ്. അപ്പോൾ സിസ്റ്റർ നിരാശയോട് ചർച്ചിൽ വന്നു. ബ്രദറിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു നിരാശപ്പെടേണ്ട, എല്ലാം ശരിയാകുമെന്നാണ്. സിസ്റ്റർ പറയുന്നത് ആ ചെക്ക് മിസ്സായ എല്ലാ ഡോക്യുമെൻറ്റ്സും സിസ്റ്ററിന് ലഭിച്ചു. വീണ്ടും വക്കീലിന് തിരികെ മറുപടി അയച്ചു. അപ്പോൾ വക്കീൽ പറഞ്ഞത് ഈ ചെക്കിന് ക്യാൻസലായി, ഇനി ഭാരപ്പെടേണ്ട, കേസ് തീർന്നു എന്നാണ് പറഞ്ഞത്. അതൊരു വലിയ കാര്യം, ഒരു വലിയ പ്രശ്നത്തിലായി പോയ കാര്യം അല്ലേ? അത് സോൾവ് ആയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതി. കർത്താവിൽ വരുന്ന ഒരാളുടെ പ്രശ്നങ്ങൾ തീർന്നോ അത് തീരാൻ പോവുകയാണോ? പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് വിശ്വസിക്കേണ്ടത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു ബ്രദറെ. ഈ ബ്രദറിന്റെ പേര് ബേബി ജോൺ എന്നാണ്. കാക്കാമൂല എന്ന സ്ഥലത്ത് നിന്നാണ് ബ്രദർ വരുന്നത്. കാക്കകളെല്ലാം കൂടെ ഉള്ള ഒരു മൂലയാണത്. ഞാൻ പോയിട്ടുണ്ട്, ഭയങ്കര കാക്ക അവിടെ. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? പറഞ്ഞേട്ടെ. ബ്രദർ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ബ്രദർ ഓട്ടം പോകുന്ന വഴിക്ക് പട്ടി കുറുകെ ചാടിയിട്ട് വണ്ടിയുടെ ബ്രേക്ക് മൊത്തം പോയി. ബ്രദറിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. എതിരെ വേറൊരു കാറ് വരുന്നുണ്ടായിരുന്നു. ബ്രദർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ഓട്ടോ മറിയുകയും ചെയ്തു. ഓട്ടോയിൽ ഒരു പാസഞ്ചർ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ബ്രദർ പറയുന്നത് അത്ഭുതം എന്ന് പറയട്ടെ, 2 പേർക്കും ഒരു ആപത്തും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നാണ് ബ്രദർ സാക്ഷ്യം. ബ്രേക്ക് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരുന്നപ്പോൾ പട്ടി പെട്ടെന്ന് കൊള്ളിച്ചു. ഞാൻ കണ്ടില്ല. ഞാൻ വണ്ടി വെട്ടിച്ചപ്പോൾ ഒരു കാർ വരികയായിരുന്നു. അപകടത്തിൽ വണ്ടിയിൽ നിന്ന് ആളടക്കം ബ്രേക്ക് ചെയ്തപ്പോൾ ബ്രേക്ക് പോവുമല്ല, ബ്രേക്ക് ചെയ്തപ്പോൾ വണ്ടി മറിഞ്ഞുപോയി. കർത്താവ് കരുതിയതിന് നന്ദി പറഞ്ഞ് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. സ്ക്രാച്ച് പോലും ഇല്ല. ദൈവം കരുതിയതാണ്. സന്തോഷമായിട്ട്. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവ് തൊടുന്ന വീര്യപ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ, ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തി തൻ്റെ സ്കാനിലാണോ മറ്റോ തൻ്റെ ശരീരത്തിലൊരു കറുത്ത പോലെയാണ് അവിടെ കാണുന്നത്. എന്തോ ഭയം തൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. അതിനൊരു ഡീറ്റെയിൽ ചെക്കപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ കർത്താവ് തന്നെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, തൻ്റെ ശരീരത്തോട് വാദിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ പ്രവൃത്തികളും നീങ്ങിപ്പോകട്ടെ. അപ്പോൾ പൂർണ്ണമായൊരു സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. നാളുകളായിട്ട് സാമ്പത്തികമായിട്ട് താൻ അധ്വാനിച്ചാൽ പോലും തൻ്റെ കാര്യങ്ങൾക്കൊരു ശരിയായ വിധത്തിലൊരു മാറ്റമുണ്ടാകുന്നില്ല.
ഒരു ഫ്രീഡം വരുന്നില്ല എന്ന് വേദനയോടെ ആയിരിക്കുന്ന വ്യക്തിയായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ കൃപ ചലിക്കണം അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഒരു വ്യക്തിയല്ല, പലരെയും കർത്താവ് തൊടുകയാണ്, പലരെയും കർത്താവ് തൊടുകയാണ്. കർത്താവെ, ആ സാമ്പത്തിക ഞെരുക്കം മാറിപ്പോകട്ടെ, സാമ്പത്തിക ഞെരുക്കം മാറിപ്പോകട്ടെ. താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ വർധനവുണ്ടാകട്ടെ. തൻ്റെ കരങ്ങളിൽ വരുന്ന സമ്പത്ത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ. അവിടുത്തെ കൃപ ചലിക്കണം അപ്പാ, അവിടുത്തെ കൃപ ചലിക്കണം. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ഇവർ സന്താന പുഷ്ടിയുള്ളവരായി നിറയട്ടെ അപ്പാ, അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിലായിരിക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.